ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് കരുത്ത് പകർന്നുകൊണ്ട് ചാവേർ ഡ്രോൺ ദിവ്യാസ്ത്ര MK3 വിജയകരമായി പരീക്ഷിച്ചു. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ദിവ്യാസ്ത്ര MK3. പരമ്പരാഗത പ്രൊപ്പല്ലറുകളുടെ സഹായത്തോടെ അല്ലാതെ മൈക്രോജെറ്റ് പ്രൊപ്പല്ലറുകളുടെ സഹായത്തോടെ പറന്ന് ഉയരാൻ സാധിക്കുന്നു എന്നതാണ് ഈ ചാവേർ ഡ്രോണുകളുടെ പ്രത്യേകത. 30 മുതൽ 50 കിലോഗ്രാം വരെ ഭാരം വരുന്ന ആയുധങ്ങളോ വെടിക്കോപ്പുകളോ ബോംബുകളോ മറ്റ് ആയുധ പോർമുലകളോ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. അതിവേഗത്തിലുള്ള മിന്നൽ ആക്രമണങ്ങൾക്ക് സഹായകമാകുന്ന ഹൈ സ്പീഡ് ടേക്ക് ഓഫ് ആണ് ഇതിന്റെ പ്രധാന സവിശേഷതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്ത്യൻ ഡിഫൻസ് വകുപ്പിന്റെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ആവ UAV പ്രൈവറ്റ് ലിമിറ്റഡാണ് ദിവ്യാസ്ത്ര MK3യുടെ വിജയകരമായ പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തന്റെ എക്സ് പോസ്റ്റിൽ ദിവ്യാസ്ത്ര MK3യുടെ വിജയകരമായ പരീക്ഷണ പറക്കലിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചു. അദ്ദേഹം പങ്കുവച്ച വീഡിയോ നിമിഷങ്ങൾക്കകം വൈറലായി മാറുകയും ചെയ്തു. നിലവിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് കുമാർ ഡോവൽ 1968 ബാച്ചിലെ കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ്. ഇന്ത്യൻ സുരക്ഷാ രഹസ്യാന്വേഷണ രംഗത്ത് ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ആൾ കൂടിയാണ് അജിത് ഡോവൽ. 33 വർഷം ഇന്റലിജൻസ് ബ്യൂറോയിൽ പ്രവർത്തിച്ച അദ്ദേഹം ഒരു പതിറ്റാണ്ടോളം IBയുടെ ഓപ്പറേഷൻസ് വിങ്ങിന്റെ തലവനുമായിരുന്നു. 1500 കിലോമീറ്റർ വരെ പറക്കാൻ ശേഷിയുള്ളതാണ് ഇന്ത്യയുടെ ഈ പുത്തൻ ചാവേർ ഡ്രോൺ. വിദേശ നിർമ്മാതാക്കളുടെ നിർമ്മാണ ചെലവിനേക്കാൾ 1/3 കുറഞ്ഞ ചെലവിലാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനി ദിവ്യാസ്ത്ര MK3 വികസിപ്പിച്ചത്. ഇതേ ഡ്രോണിന്റെ 1ഉം 2ഉം പതിപ്പുകൾ മുമ്പ് പുറത്തിറക്കിയിരുന്നു. 15 മുതൽ 20 കിലോഗ്രാം വരെ ഭാരശേഷിയുള്ള ദിവ്യാസ്ത്ര MK1 രഹസ്യാന്വേഷണ ക്യാമറകളും യുദ്ധമുഖത്ത് ഉപയോഗിക്കാനുള്ള സെൻസറുകളും മറ്റ് വെടിക്കോപ്പുകളും വഹിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. ദിവ്യാസ്ത്ര MK2 എന്നത് 50 മുതൽ 100 കിലോ വരെ ഭാരശേഷിയുള്ളതായിരുന്നു. വലിയ ശത്രുപാളയങ്ങൾ തകർക്കാൻ പ്രാപ്തിയുള്ള ദിവ്യാസ്ത്ര MK2വിന് ശേഷമാണ് ഇപ്പോൾ ഞൊടിയിടയിൽ പറന്നുയർന്ന് മിന്നൽ ആക്രമണങ്ങൾ കൃത്യതയോടെ നടത്താൻ ശേഷിയുള്ള ദിവ്യാസ്ത്ര MK3 കൂടി വരുന്നത്. മണിക്കൂറിൽ 500 മുതൽ 700 കിലോമീറ്റർ വരെ വേഗതയിൽ പറക്കാൻ ദിവ്യാസ്ത്ര MK3ക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ. ദിവ്യാസ്ത്ര MK2വിന്റെ വേഗം മണിക്കൂറിൽ 150 മുതൽ 180 വരെ കിലോമീറ്റർ ആയിരുന്നു. അതേസമയം ദിവ്യാസ്ത്ര MK1ന്റെ വേഗത മണിക്കൂറിൽ 120 മുതൽ 150 വരെ ആയിരുന്നു. അയൽരാജ്യങ്ങൾക്കും ശത്രുരാജ്യങ്ങൾക്കും എതിരാളികൾക്കുമൊക്കെ നെഞ്ചിടിപ്പേറ്റുന്ന ഈ പുതിയ ചാവേർ ഡ്രോണിന്റെ പരമാവധി പറക്കൽ സമയം 2 മണിക്കൂർ വരെ എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, ഇന്ത്യ വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ജനങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുകയും വലിയ പ്രതിജ്ഞകൾ എടുക്കുകയും വേണമെന്നാണ്. ഒരു രാജ്യം വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നത് അതിന്റെ സ്വപ്നങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ, കഴിവുകൾ എന്നിവയുടെ ശക്തിയിൽ മുന്നോട്ട് പോകുമ്പോഴാണെന്നും ചെറിയ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പോകുന്നത് അവസാനിപ്പിച്ച് നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു.